സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ കേന്ദ്രവിഹിതം. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകുവാനുള്ളത് 1-2 രൂപയല്ല, ഭീമമായ കുടിശ്ശികയാണ്. ഫെബ്രുവരി ഉൾപ്പെടെ 8 മാസത്തെ കുടിശ്ശികയാണ് നൽകുവാനുള്ളത്. ഈ വകയിൽ 392,36,00,000 രൂപയാണ് സംസ്ഥാനത്തിന് ലഭിക്കേണ്ടത്. വിവരങ്ങളുമായി കമലേഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഇത്രയും വലിയൊരു തുക കേന്ദ്രത്തിൽ നിന്നും പെൻഷൻ, ക്ഷേമ പെൻഷൻ ആ ഒരു വിഭാഗത്തിൽ കുടിശ്ശികയിൽ നിൽക്കുമ്പോഴും കേരളത്തിൽ പെൻഷൻ മുടങ്ങിയിട്ടില്ല. ആ വർധനവിൽ ഇന്നിപ്പോൾ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ഇവിടുത്തെ ഗുണഭോക്താക്കൾ വാങ്ങുകയും ചെയ്തിരിക്കുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള ഈ ഒരു തിരിച്ചടി ലഭിക്കുമ്പോൾ അതിനകത്ത് അത്രയും വലിയ പിരിമുറുക്കങ്ങൾക്കിടയിലാണ് കേരളം ഈ ഗുണഭോക്താക്കളെ ചേർത്ത് പിടിക്കുന്നത്. പക്ഷെ അവിടെ ഈ പറയുന്ന ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക തീർത്തുകൊണ്ട് കേന്ദ്രം നൽകുന്ന തിരിച്ചടികളെ കുറിച്ചും നമുക്ക് പറയാതിരിക്കാനാവില്ല, അല്ലേ? ഗുഡ് മോർണിംഗ് സിന്ധൂരി. വളരെ തീർച്ചയായും അതുതന്നെയാണ് നിലവിലെ സാഹചര്യം. അതായത് വലിയ നിലയിൽ സംസ്ഥാനം ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോഴും അതിനെ കൂടുതൽ ഞെരുക്കുന്ന, അതായത് സാമ്പത്തികമായി ഞെരുക്കുന്ന നിലയിലേക്കുള്ള ഇടപെടലുകളാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ക്ഷേമ പെൻഷനുകളിൽ ഉൾപ്പെടെ. അതായത് ഒരു തരത്തിലും ജീവിക്കാൻ ഗതിയില്ലാതെ അല്ലെങ്കിൽ വാർദ്ധക്യകാലത്ത് ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു സഹായം എന്നുള്ള നിലയിലാണ് രാജ്യത്താകെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു പെൻഷൻ തുക സംസ്ഥാനത്ത് കൊടുക്കുന്നത്. അത് നേരത്തെ പല തവണകളിലായി വർദ്ധിപ്പിച്ച് 2000 രൂപയിൽ എത്തി നിൽക്കുന്നു. സംസ്ഥാനത്ത് നിലവിലിപ്പോൾ ഈ കഴിഞ്ഞ മാസം ഉൾപ്പെടെയുള്ളത് അഡ്വാൻസായി 2 ഗഡുക്കൾ സംസ്ഥാനത്ത് ആകെ ഈ പെൻഷൻ വിതരണം നടത്തി കഴിയുകയും ചെയ്തു സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് ഇതിൻ്റെ പുതിയ ചില കണക്കുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 8 മാസമായി, അതായത് ഫെബ്രുവരി മാസം വരെയുള്ള കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുപ്രകാരം കഴിഞ്ഞ 8 മാസമായി കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം കേരളത്തിന് നൽകുന്നില്ല എന്നുള്ളതാണ് ഒരു സാഹചര്യമായി നിൽക്കുന്നത്. അത് 2000 രൂപ സംസ്ഥാന സർക്കാർ നൽകുമ്പോൾ ചില പെൻഷനുകളിൽ മാത്രം, ചില വിഭാഗങ്ങളിൽ മാത്രമായി 300 രൂപയാണ് കേന്ദ്രത്തിൻ്റെ വിഹിതമായി വരുന്നത്. 300 രൂപ, 1700 രൂപ സംസ്ഥാന സർക്കാരും 300 രൂപയാണ് കേന്ദ്രം നൽകുന്നത്. പക്ഷേ ആ 300 രൂപ പോലും കഴിഞ്ഞ 8 മാസമായി കേരളത്തിന് അനുവദിച്ചിട്ടില്ല. അത് കുടിശ്ശികയാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ കണക്കുകൾ പുറത്തു വരുന്നത്. അതിൻ്റെ മൊത്തം കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 8 മാസ കാലയളവിൽ സംസ്ഥാന സർക്കാരിന് നൽകേണ്ടത് 392,38,00,000 രൂപയാണ് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അത് വലിയ ബാധ്യതയുമാണ്. മറ്റ് പലതരത്തിൽ, അതായത് ഈ വായ്പാ പരിധി വെട്ടിക്കുറച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ നിലയിലുള്ള സാമ്പത്തിക ഉപരോധം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു തരത്തിലുമുള്ള ഈ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാനോ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ ഈ വിവിധ ക്ഷേമ പദ്ധതികളുണ്ട്, വികസന പദ്ധതികളുണ്ട്, ഇവയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലേക്ക് ആകുന്ന നിലയിലേക്കോ ഒന്നും കാര്യങ്ങൾ ഇവിടെ പോയിട്ടില്ല. അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ തരത്തിലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കുക, അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വാർദ്ധക്യകാലം ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷനുകളുടെ വിഹിതം പോലും തരാതെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഇതിന് പ്രസക്തി വരുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഫണ്ടുകളും കേരളത്തിന് നൽകാതെ കേന്ദ്രം തടഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ട്. ക്ഷേമ പെൻഷനുകൾ നിലവിലുള്ള 300 രൂപ പോലും കൊടുക്കാൻ കഴിയാത്ത കേന്ദ്ര സർക്കാരിൻ്റെ BJP ആണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രചരണ ഘട്ടത്തിൽ അതിൻ്റെ പ്രകടന പത്രികയായി പുറത്തിറങ്ങുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായി വരുന്നത് 3000 രൂപ ക്ഷേമ പെൻഷനുകൾ സംസ്ഥാനത്ത് അനുവദിക്കും BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ എന്നുള്ളതാണ്. എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് BJP ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ഈ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 8 മാസത്തെ 300 രൂപ പോലും കൊടുക്കാൻ കഴിയാത്ത BJP 3000 രൂപ പ്രതിമാസം ഇത്രയും ആളുകൾക്ക്, ഏതാണ്ട് 50 ലക്ഷത്തിലേറെ ആളുകൾക്കാണ് സംസ്ഥാനത്ത് ഈ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത്. ഇത്രയേറെ തുക 3000 രൂപയാക്കി കൊടുക്കും എന്ന് പറയുന്നതിലെ പൊള്ളത്തരമാണ് ഇവിടെ തുറന്നു കാണിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കഴിഞ്ഞ 8 മാസത്തെ ഫെബ്രുവരി വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 8 മാസത്തെ കുടിശ്ശികയാണ് കേരളത്തിന് കേന്ദ്രം നൽകാനുള്ളത്. ഇത് 392.82 കോടി രൂപയാണ് എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഏതായാലും
ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു ക്ഷേമ പെൻഷനുകളും മുടങ്ങാതെ തന്നെ അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതിനെയെല്ലാം അതിജീവിച്ച്, അതായത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതിബന്ധങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേരളത്തിന് നേരത്തെ തന്നെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അതിലൊന്നും തളർന്നു പോകാൻ കേരളം തയ്യാറായിട്ടില്ല, കൂട്ടാക്കിയിട്ടില്ല. അതിനെയെല്ലാം അതിജീവിച്ച് തന്നെ കേരളം മുന്നോട്ട് പോവുകയാണ്. ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും കണക്കുകൾ പ്രകാരം 8 മാസത്തെ കുടിശ്ശിക ഇപ്പോൾ കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നു. ഈ മാർച്ച് മാസം, ഇതിപ്പോൾ ഏപ്രിൽ മാസമായി, മാർച്ച് മാസം കൂടി ചേരുമ്പോൾ അത് 9 മാസമാണ്. 392 കോടി എന്നുള്ളത് കൂടുതൽ വലിയ ഒരു ബാധ്യതയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത് കൊടുത്തു തീർക്കാനുള്ള ഒരു നടപടിയും ഈ ഘട്ടത്തിൽ ഇതുവരെയും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതിനോടൊപ്പമാണ്, അതേ സമയമാണ് 3000 രൂപ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ നൽകും എന്ന പ്രഖ്യാപനം BJP നടത്തുന്നത്. ആ പൊള്ളത്തരമാണ് തുറന്നു കാണിക്കേണ്ടത്. സിന്ധൂരി. ശരി, വ്യക്തമാണ് കമലേഷ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ തുറന്നു കാണിക്കപ്പെടേണ്ടത് BJP പറയുന്ന പച്ചക്കള്ളത്തിന്റെ പൊള്ളത്തരത്തിന്റെ നേരായ മുഖമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പെൻഷന്റെ ഏറ്റവും ചെറിയൊരു വിഹിതമാണ് കേന്ദ്രം നൽകുന്നത്, വെറും 300 രൂപ. അതിനകത്താണ് ഇത്ര വലിയൊരു കുടിശ്ശിക അവർ വരുത്തിയിരിക്കുന്നത്. 1-2 രൂപയുടെ കാര്യമല്ല, ഫെബ്രുവരി ഉൾപ്പെടെയുള്ള 8 മാസത്തെ കുടിശ്ശികയാണ് കേന്ദ്രം കേരളത്തിൽ നൽകുവാനുള്ളത്. 392 കോടി രൂപയും 36 ലക്ഷം രൂപ. ഇത്രയും വലിയൊരു തുക സംസ്ഥാനത്തിന് നൽകുവാനുള്ള സാഹചര്യത്തിലാണ് അതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം മിണ്ടാതെ ഇവിടെ വന്ന് പ്രകടന പത്രികയിൽ 3000 രൂപ എന്നൊരു വലിയ വാഗ്ദാനം നൽകിയിട്ട് അവർ മാറി നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു വിരോധാഭാസം ഇവിടുത്തെ പൊതുസമൂഹം വോട്ട് ചോദിക്കുവാൻ വീടുകൾ കയറി ഇറങ്ങുന്ന BJP-കാരോട്, NDA പ്രതിനിധികളോട് വന്ന് സംസാരിച്ച് പോകുന്ന, വലിയ കോളിളക്കമാക്കി വലിയ വാക്കുകളൊക്കെ പറഞ്ഞു പോകുന്ന നരേന്ദ്രമോദിയോടൊക്കെ ചോദിക്കേണ്ടത് തന്നെയല്ലേ?